ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ബണ്ണിൻ്റെ റെസിപ്പിയാണ്. ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ബണ്ണൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്കത് നോർമലായിട്ട് ബ്രെഡ് വെച്ചിട്ടും ചെയ്യാം. ഇപ്പം ഞാൻ രണ്ടും കാണിക്കുന്നുണ്ട്. ബ്രെഡ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു ബ്രെഡ് എടുത്തിരിക്കുന്നത് കേട്ടോ. ബാക്കി രണ്ടെണ്ണം ബണ്ണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബണ്ണോ ബ്രെഡോ ഏതും ആയിട്ട് നമുക്ക് ഏതുകൊണ്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ്. ഈവനിങ്ങിൽ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. ഇപ്പം ബണ്ണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ക്യൂബ്സായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. അപ്പം മുഴുവൻ ബണ്ണും ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. ഞാൻ ഇതിന് വേണ്ടി ലെഫ്റ്റ് ഓവറായിട്ട് ബണ്ണ് വന്നപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഒന്ന് നോക്കിയതാണ്. ലെഫ്റ്റ് ഓവറായിട്ടുള്ള എന്ത് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പക്ഷേ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ നല്ല ചൂടോട് കൂടി കഴിക്കണം. ഇനിയിപ്പോൾ സോസ് കൂട്ടി കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് 2 മുട്ട വേണം. അതിൽ നിന്ന് ഉപ്പ് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് ചിക്കനും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഐറ്റംസൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് സൺഫ്ലവർ ഓയിലാണ് കൂടുതലും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ബട്ടറിലാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നീ സവോള ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം സൈസിലുള്ള സവോളയാണ് എടുത്തത്. ചെറുതാക്കി അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നല്ലതുപോലെ വാടി നമ്മൾ കറക്കിയൊക്കെ എടുക്കില്ല, അതുപോലെ ഒന്നും ആയി വരേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്തോടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം പോകുന്നവർ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയി കിട്ടും. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വരുന്ന ഇത് ചെയ്യാനായിട്ടില്ലെങ്കിൽ അത് കരിഞ്ഞു പോവേ. ഇനി ഇതിനകത്തോടൊരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു ഫ്ലേവറും എരിവും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വട്ടിയെടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കാരണം മുട്ടയിൽ ഓൾറെഡി ഉണ്ട്, നമ്മൾ സോയാ സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉപ്പുള്ളത് കൊണ്ട് തന്നെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മുട്ടയൊന്ന് ഉടഞ്ഞ് വരുന്ന രീതിയിൽ, കുക്കായി വരുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് മുട്ട ഇങ്ങനെ വേറിട്ട് കിട്ടണം, അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത്. 1 സ്പൂൺ സോയാ സോസും 1 സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി കെച്ചപ്പാണ് കേട്ടോ ചേർത്തത്. ഇനിയിപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബണ്ണുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു മസാല എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതുപോലെ കുടഞ്ഞെടുത്താലും മതി. അവസാനമായിട്ട് നമുക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കുക, എന്നാലാണ് അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്